കണ്ണൂരിൽ വ്യക്തിപൂജയും വ്യക്തി ആരാധനയും ഇപ്പോഴും നടക്കുന്നുവെന്ന് CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. PJ ആർമി മാറി റെഡ് ആർമി ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നും P. ജയരാജനെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശനമുന്നയിച്ച മനു തോമസ് ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചു. പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇതുപോലെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മനു തോമസ് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ CPM നേതൃത്വത്തിനും CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും നേരെ ഉന്നയിക്കുമ്പോൾ എന്ത് തിരുത്തലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. പരിമിതികളുള്ളതുകൊണ്ടാണ് തിരുത്താത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തിരുത്തിയാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നല്ലതാണ്. തിരുത്തൽ വരുത്തിയാൽ നല്ലതാണ്. അത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും. അപ്പോൾ കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം അത് പ്രവർത്തിക്കാൻ സുഗമമാകുമെന്നുള്ളതാണ്. പക്ഷേ DYFI പോലുള്ള യുവജന സംഘടനകളിൽ ഏറെക്കാലം പ്രവർത്തിച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന മനു തോമസ് CPMന്റെ പ്രധാന ഭാരവാഹിയായി ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെ ആയി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ച് പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കാതെ മാറി നിൽക്കുന്നത് ഏത് തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാവുമെന്നാണ് ആഗ്രഹം? നമ്മൾ അതിനുള്ളിൽ നിന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പാർട്ടിയും DYFI ഒക്കെ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെതിരായ ക്യാമ്പയിൻ നടത്തി. പക്ഷേ അപ്പോൾ ഉണ്ടായ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും DYFIയുടെ ജില്ലാ കമ്മിറ്റി നടത്തിയ ക്യാമ്പയിനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് തടയാനൊക്കെ കഴിയുന്ന ശക്തികളാണ് അന്നും ആ സമയത്തും. അപ്പോൾ അതിനകത്തും നിരവധിയായി തവണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തൽ വരുത്താൻ ആവശ്യമായ ഇത്തരം ശക്തികളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ ആവശ്യമായ ഒരു നിലപാടുണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ സ്വയം തിരുത്തി പുറത്തേക്ക് പോവുക എന്നുള്ള നിലപാട് സ്വീകരിച്ചതെന്നുള്ളതാണ്. അല്ല, ഞാൻ എൻ്റെ വിമർശനങ്ങളെ എല്ലാ കാലത്തും അത് അകത്താനും പുറത്തായാലും ഞാൻ ഉന്നയിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടി സംഘടനാ രംഗത്തു നിന്നും പുറത്തേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ, നിശബ്ദമായി പുറത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അതാണ് ആ സംവിധാനത്തിനുള്ളിൽ അത്രമാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവുന്നതുകൊണ്ട് ഞാൻ വേറൊന്നും എനിക്ക് ചെയ്യാനില്ലല്ലോ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിശബ്ദനായി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. CPMന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അത്തരം ഒരുപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ LDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. അത്തരം നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തിന് പരിഹാരം കാണാതിരിക്കാൻ എന്താണ് കാരണം? അത് ഞാനല്ല അതിന് മറുപടി ഇപ്പോൾ പറയേണ്ടത്. എനിക്ക് ഇത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തോട് ആണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിനുള്ളിൽ ചർച്ചകൾ ഉയർന്നു വരുന്നത്, കണ്ണൂരിൽ നിന്നും ഉയർന്നു വരുന്നത്? അപ്പോൾ അതിനെന്തെങ്കിലും അടിസ്ഥാനപരമായ ഘടകമുണ്ടോ? മാറ്റപ്പെടേണ്ട എന്തെങ്കിലും ഘടകമാണ് കണ്ടെത്തേണ്ടതും പരിഹരിക്കേണ്ടതും പറയേണ്ടതും. ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിക്കുന്നത് P. ജയരാജനെതിരെയാണ്. P. ജയരാജനോട് വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് ജില്ലയിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എനിക്ക് P. ജയരാജനോടൊന്നല്ല, ഈ ലോകത്ത് ഒരു മനുഷ്യനോടും വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള പ്രയാസമുള്ള ആളല്ല, പ്രശ്നമുള്ള ആളല്ല. ഞാനെന്തിനാണ് P. ജയരാജൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് വ്യക്തിവിരോധം ഉണ്ടാക്കേണ്ടത്? എനിക്ക് എന്ത് കാരണത്താലാണ്? വ്യക്തിപരമല്ല, അവരാരെങ്കിലും അത്തരത്തിൽ വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ടല്ല, പല കാര്യങ്ങൾക്കകത്തും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളെയും വ്യക്തിയാധിഷ്ഠിതമായി കണ്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ലൈനല്ല. അവർക്കാർക്കെങ്കിലും അങ്ങനത്തെ ലൈൻ ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ ആ ലൈൻ്റെ ആളല്ല. അല്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെല്ലാം ഒരുപോലെ തന്നെയല്ലേ? പിന്നെ ചിലർക്ക് മാത്രം എന്താ പ്രത്യേകിച്ചുള്ള ഈ മഹത്വവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്? പ്രത്യേകമായിട്ടുള്ള ആദർശവും പ്രത്യേകമായ ആദർശശുദ്ധിയും അതുപോലെ തന്നെയുള്ള ത്യാഗവും അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാവരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അടി മുതൽ മുടി വരെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പ്രചരിപ്പിക്കലാണ്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. അത് പാർട്ടി തന്നെ കണ്ടെത്തി പറഞ്ഞ കാര്യമല്ലേ, തിരുത്തണം എന്ന് പറഞ്ഞ കാര്യമല്ലേ. അങ്ങനെ വ്യക്തിപൂജ പാടില്ല എന്നുള്ളത് പാർട്ടി തന്നെ പറഞ്ഞതല്ലേ. അത് പുതിയൊരു കാര്യമല്ലത്. അത് പക്ഷേ ഇപ്പോഴും അതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കാണുന്നത്. അത്തരം സാഹചര്യങ്ങൾ PJ ആർമി മാറി റെഡ് ആർമി ആക്കി എന്നേ വ്യത്യാസമുള്ളൂ. അതിലത് വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പേരുകളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പൂജകളും ഇപ്പോഴും തുടരുന്നുണ്ട്, ആരാധനയും ഇപ്പോഴും തുടരുന്നുണ്ട്.
അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണിത്. അതുകൊണ്ട് അത് കൃത്യതയോടുകൂടി പരിഹരിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ കുറേ മാറും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പരിക്ക് പറ്റിയത്, എവിടെയൊക്കെയാണ് പരിക്ക്, ആ പരിക്ക് കൃത്യമായി പരിഹരിച്ചാൽ ഭാവിയിൽ കുറച്ചുകൂടി സുഗമമായി ആ സംഘടനയ്ക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിയുടെ ഭീഷണികളും എല്ലാം നിൽക്കുന്നുണ്ട്. ജീവന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നാൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട്, സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവും. ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിലുള്ള ആലോചനകളോ കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ സ്വതന്ത്രമായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭീഷണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ അങ്ങനെ കണക്കാക്കുന്നില്ല. കാരണം ഇല്ല, ഭീഷണി എന്നുള്ളത് എന്താ, ഇവരുടെ സ്ഥിരം ഏർപ്പാടാണ് ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് കൊണ്ടാണ്, പേടിച്ചിട്ടാണ് ഇവർക്കെതിരെ. ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള പേടി കൊണ്ടാണ് നിശബ്ദമായിരിക്കുന്നത്. നിങ്ങൾ അഭിപ്രായം പറയൂ. അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും മരിക്കേണ്ടതല്ലേ.